ആശങ്കയായി മഞ്ഞപ്പിത്തം പടരുന്നു. രോഗം ബാധിച്ച ഒരാൾ കൂടി മരിച്ചു. ഇതോടെ ഈ വർഷം ഇതുവരെ മഞ്ഞപ്പിത്തം ബാധിച്ച് ജില്ലയിൽ മരിച്ചത് 7 പേരാണ്. ഇന്നലെ രാത്രിയാണ് പോത്തുകൽ സ്വദേശി സക്കീർ മരിച്ചത്. മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചതിനെ തുടർന്ന് സ്വകാര്യ ചികിത്സയിലായിരുന്നു സക്കീർ. കഴിഞ്ഞ വെള്ളിയാഴ്ച ചാലിയാർ സ്വദേശി റനീഷ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിരുന്നു. ജില്ലയിൽ ഈ മാസം മഞ്ഞപ്പിത്തം ബാധിച്ചുണ്ടായ രണ്ടാമത്തെ മരണമാണ് സക്കീറിന്റേത്. കഴിഞ്ഞ ദിവസം പന്നിക്കോട്ടുമുണ്ട തണ്ടുപാറക്കൽ ചന്ദ്രന്റെ മകൻ ജിഗിനും അസുഖം ബാധിച്ച് മരിച്ചിരുന്നു. 14 വയസ്സായിരുന്നു. ഈ വർഷം ഇതുവരെ 7 പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ജില്ലയിൽ മരിച്ചത്. മലപ്പുറം ജില്ലയിൽ ജനുവരി മുതൽ 3180-ലേറെ പേർക്ക് രോഗലക്ഷണമുണ്ടായിരുന്നു. 1032 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. കുടുംബത്തിൽ 7 അംഗങ്ങളിൽ 6 പേർക്കും ഈ അസുഖം ബാധിച്ചിട്ടുണ്ട്. അതിൽ 2 പേർ ഇപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഈ പ്രദേശത്ത് ഉള്ള ഒരുവിധം വീടുകളിലെല്ലാം ഈ അസുഖം വന്നിട്ടുണ്ട്. ഇവർക്ക് മാത്രമാണ് ഇങ്ങനെ ഇത്രയും ഗുരുതരമായി വന്നിട്ടുള്ളത്. ഇന്നും അവർ ആ അസുഖത്തിന്റെ നിന്ന് വേർപെട്ടിട്ടില്ല. മഞ്ഞപ്പിത്തബാധ കണ്ടെത്തിയതോടെ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ന്യൂസ് 18 തിരൂർ. CV അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അനുമോദ്, മലപ്പുറം ജില്ലയിൽ നേരത്തെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ഇപ്പോഴിതാ കൂടുതൽ അസുഖം പടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആരോഗ്യ പ്രവർത്തകർ ഏത് നിലയിലാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അഭിലാഷ്, ആശങ്ക നൽകുന്ന ഒരു സാഹചര്യമാണ് മലപ്പുറം ജില്ലയുടെ, പ്രത്യേകിച്ച് നിലമ്പൂർ മേഖലയിലെ 2 പഞ്ചായത്തുകളിൽ, പോത്തുകലിൽ, ചാലിയാർ പഞ്ചായത്തുകളിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു മാസം മാത്രം 3 മരണങ്ങളാണ് മഞ്ഞപ്പിത്തം കാരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 3 മാസത്തിനിടെ 8 പേരാണ് മരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ആരോഗ്യവകുപ്പിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്, മുൻപ് അസുഖം വന്ന് മാറിയവർക്കും അവരുടെ കുടുംബത്തിലുള്ളവർക്കും ഇതിന്റെ ലക്ഷണങ്ങൾ വരികയും തുടർന്ന് ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. ഈ മരിച്ചവരിൽ ഭൂരിഭാഗം പേരും ഒന്നിലധികം അസുഖങ്ങൾക്ക് ചികിത്സ തേടിയവരാണ്. അവരെ സംബന്ധിച്ച് ഈ ഒരു കരളിന് നേരിട്ട് മഞ്ഞപ്പിത്തം വരികയും കരളിന്റെ പ്രവർത്തനം പൊടുന്നനെ നിലയ്ക്കുന്ന ഒരു സാഹചര്യവുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് ആശങ്ക നൽകുന്നതാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ തന്നെ വിലയിരുത്തലുള്ളത്. മറ്റസുഖമുള്ളവർക്ക് മഞ്ഞപ്പിത്തം കൂടി വരുമ്പോൾ അത് കരളിന്റെ പ്രവർത്തനത്തെ നേരിട്ട് ബാധിക്കുകയും കരളിന്റെ പ്രവർത്തനം പൊടുന്നനെ നിലയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് യാത്ര ചെയ്തവരിലും ഈ അസുഖം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് അസുഖം ബാധിച്ച് മരിച്ച കുട്ടിയുടെ കുടുംബത്തിൽ ഒരാൾ അസുഖം പുറത്തുനിന്നാണ് വന്നിട്ടുള്ളത്. അത്തരത്തിൽ വിവിധ തരത്തിൽ അസുഖം ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നു, തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ 2 പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച്, ചാലിയാർ, പോത്തുകൽ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഊർജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ അവിടെ ക്യാമ്പ് ആരംഭിക്കും. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് നൽകുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം, എന്തെങ്കിലും ചെറിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചികിത്സ തേടണം. സ്വയം ചികിത്സയോ ഒറ്റമൂലി ചികിത്സയോ അരുത്. അതുപോലെ തന്നെ ഇതിനെ വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതുണ്ട്. കാരണം മഞ്ഞപ്പിത്തത്തിന് ചികിത്സ തേടുമ്പോൾ മറ്റസുഖമുള്ളവർ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമുണ്ട്. കാരണം ഇതുവരെ മരിച്ചവർക്കെല്ലാം തന്നെ മഞ്ഞപ്പിത്തത്തിന് പുറമെ മറ്റ് അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്ന സൂചനയും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഇതുതന്നെയാണെങ്കിലും ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ മാർച്ചിൽ വല്ലാതെ ഈ മേഖലകളിലൊക്കെ അസുഖം പടർന്നു പിടിച്ചിരുന്നു. പക്ഷെ ഏപ്രിലോടെ അത് അല്പം കുറഞ്ഞു. പക്ഷെ മെയ് മാസത്തോടെ ഇതാ വീണ്ടും ഈ ആശങ്കയുണ്ടാക്കുന്ന തരത്തിലേക്ക് മരണം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത്തരത്തിൽ കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധ ആ മേഖലകൾ കേന്ദ്രീകരിച്ച്. അനുമോദ്, ഇതിപ്പോൾ സ്വാഭാവികമായും ഈ ഉഷ്ണകാലത്താണല്ലോ കൂടുതലായും മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യപ്പെടുക. അതോടൊപ്പം സൂചിപ്പിക്കുന്നത് പോലെ മലിനമായ ജലം കുടിക്കുന്നു, ഈ ശുചിത്വമില്ലായ്മ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണം. പക്ഷേ ചികിത്സിച്ചാൽ കൃത്യമായി മാറ്റാവുന്ന അസുഖമാണ്. കരളിലേക്ക് പടർന്നാൽ അത് പിന്നീട് ചികിത്സിക്കുക എന്നത് വളരെ ദുഷ്കരവുമാണ്. കൂടുതൽ ആളുകൾ ഈ തരത്തിൽ ചികിത്സയിലുണ്ടോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? അത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല. കാരണം പലരും വീട്ടിൽ തന്നെയാണ് ചികിത്സയിലുള്ളത് എന്നതും പലരും സ്വകാര്യ ആശുപത്രിയിൽ ആണ് ചികിത്സയിലുള്ളതും എന്നതാണ് ഇതിനൊരു കൃത്യമായ കണക്ക് ലഭിക്കാത്തതിന്റെ അല്ലെങ്കിൽ ലഭിക്കുന്നതിന്റെ തടസ്സമായിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ മാസങ്ങളിലും എല്ലാം തന്നെ കണക്കുകൾ നോക്കുമ്പോൾ 1032-ലേറെ പേർക്ക് അസുഖം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് വലിയ ഒരു സംഖ്യ തന്നെയാണ്. അതിൽ തന്നെ സംശയാസ്പദമായിട്ടുള്ള 5 മരണങ്ങളും സ്ഥിരീകരിച്ച 8 മരണങ്ങൾ, ഇതുവരേക്ക് 8 മരണങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കണക്കുകൾ വലിയ തോതിൽ തന്നെ ഉയരുന്നുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ
പ്രത്യേകിച്ച് തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളോട് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ അവിടേക്ക് ഏറ്റവും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന നിലമ്പൂർ മേഖലയിൽ നിന്നുള്ളവർക്കാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയവർക്ക് അവിടെ നിന്നും ഈ അസുഖം വന്നതായിട്ടുള്ള സംശയവും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. എന്തിനാണെങ്കിലും ഇതിലെ നിർദ്ദേശങ്ങൾ ഇപ്രകാരമാണ്: തിളപ്പിച്ചറ്റിയ വെള്ളം കുടിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക, അതുപോലെ തന്നെ രോഗലക്ഷണങ്ങൾ അത് എത്ര ചെറുത് തന്നെയാണെങ്കിലും ഉടൻ തന്നെ ആരോഗ്യവകുപ്പിനെ സമീപിക്കുക. മറ്റ് അസുഖങ്ങളുള്ളവർ ഇത്തരത്തിലുള്ള ഏത് ലക്ഷണങ്ങളെയും വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതുണ്ടെന്നും, കാരണം ഇതുവരെ മരണം സംഭവിച്ച കേസുകളിലെല്ലാം മറ്റു അസുഖങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കരളിനെ വളരെ വേഗത്തിൽ ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് തീർക്കുക എന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയിൽ തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഈ മേഖലയിലുള്ളത്. റൈറ്റ്. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം തുടരുന്ന സാഹചര്യത്തിൽ വലിയ ആശങ്കയാണ് പ്രദേശത്ത് അടക്കം നിലനിൽക്കുന്നത്. പക്ഷേ മറ്റ് അസുഖങ്ങൾ ഉള്ളവർ ആണ് ഇപ്പോൾ ഈ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിട്ടുള്ളത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ചികിത്സ തേടുന്നവർ മറ്റ് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അക്കാര്യങ്ങൾ കൃത്യമായി ഡോക്ടർമാരെ അറിയിക്കണം എന്നുകൂടിയാണ് നിർദ്ദേശിക്കുന്നത്. കർശനമായ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് പാലിക്കാൻ എല്ലാവരും തയ്യാറാകുകയും ചെയ്യണം.